നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കുന്ന ദിവസം ഇന്നാണ്. ഇതിനു മുൻപ് ചർച്ച നടത്തിയില്ലെങ്കിൽ, ഇതിനു മുൻപ് ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ, ഇതിനു മുമ്പ് ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ, ഇതിനു മുൻപ് അണുവായുധ ശേഷി ഇല്ലാതാക്കിയില്ലെങ്കിൽ, ഇതിനു മുൻപ് ഏറ്റവും കുറഞ്ഞത് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ അതിശക്തമായ ആക്രമണമായിരിക്കും, തിരിച്ചടിയായിരിക്കും ഞാൻ നടത്താൻ പോകുന്നത് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഇറാൻ അനങ്ങിയില്ല, ചർച്ചയ്ക്ക് വഴങ്ങിയില്ല, ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുത്തില്ല. അമേരിക്ക ഭീഷണിയുമായി ഇങ്ങോട്ട് വന്നാൽ ചർച്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചു. ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് പുറപ്പെടാൻ ഇരുന്ന JD വാൻസ് അത് വേണ്ടെന്ന് വെച്ച് വൈറ്റ് ഹൗസിൽ തന്നെ തങ്ങി. ചർച്ചയ്ക്ക് വേണ്ടി 10,000-ഓളം ഉന്നത സൈനികരെ നിയോഗിച്ച് കാത്തിരുന്ന ഇസ്ലാമാബാദ് നിരാശരായി. ഇറാൻ കുലുങ്ങിയില്ല, അനങ്ങിയില്ല, പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും അമേരിക്ക തകർക്കുമെന്ന് ലോകം ആശങ്കപ്പെട്ടു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു, വെടിനിർത്തൽ വീണ്ടും നീട്ടിയിരിക്കുന്നു. ഇക്കുറി ഒരു പ്രത്യേകതയുണ്ട്. എത്ര ദിവസത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയതെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. വെടിനിർത്തൽ നീട്ടാനുള്ള കാരണം ട്രംപ് വിശദീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുള്ള തീരുമാനം തിരുത്തുന്നത് എന്തു സാഹചര്യത്തിലാണെന്നും ട്രംപ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപിനെ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ഇനി വെടിനിർത്തൽ നീട്ടുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. എത്ര ദിവസം ചർച്ചകൾ ഒരിടത്തും എത്തിയില്ലെങ്കിലും വെടിനിർത്തൽ അങ്ങനെ തന്നെ തുടരും. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും അത് നീട്ടിയതും ട്രംപ് ഏകപക്ഷീയമായാണ്. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. എന്നാൽ ചർച്ച നടക്കാതെ പോകുന്നതോടെ വിപണി വീണ്ടും അനിശ്ചിതത്വത്തിലായി. എണ്ണവില വീണ്ടും ഉയർന്നു തുടങ്ങി. ബാരലിന് $100 കടക്കാതെ കാത്തു സൂക്ഷിക്കുന്നെങ്കിലും യുദ്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ശക്തിപ്പെടുന്നു. അമേരിക്കയുടെ സഹായം ഇനി തങ്ങൾക്ക് ആവശ്യമില്ല, അമേരിക്കൻ സേനയെ ഇറക്കിവിടണം എന്ന മുറവിളി UAE അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ട്രംപിന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാത്ത സാഹചര്യം രൂപപ്പെടുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പരമാവധി ശ്രമിച്ചിട്ടും ഇറാൻ വഴങ്ങാത്തത് ട്രംപിൻ്റെ പിടിവാശി അവസാനിപ്പിക്കാനുള്ള കാത്തിരിപ്പിൻ്റെ ഭാഗമാണ്. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ മറ്റൊരു ചർച്ച ഇനി പ്രസക്തമല്ല എന്ന ശക്തമായ നിലപാടാണ് ഇറാനുള്ളത്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടാകുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നു. അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ബ്ലോക്കേഡിനിടയിലും ഏതാണ്ട് 26ഓളം ഇറാനിയൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് മറികടന്നു പോയി എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ, ഇറാൻ അവർക്കിഷ്ടമുള്ള രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കുന്നത് അവസാനിപ്പിക്കാനാണ് അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ബ്ലോക്കേഡിനെ മറികടന്ന് ഇറാൻ്റെ കപ്പൽ കടന്നുപോയിട്ടും അമേരിക്ക ഒന്നും ചെയ്തില്ലെന്നും വാചകത്തിൽ മാത്രമായിരുന്നു അമേരിക്കയുടെ ബ്ലോക്കേഡെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായി ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതൊക്കെ വെറും അവകാശവാദങ്ങൾ മാത്രമാണെന്നും ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് സമ്പൂർണ്ണമായി ഇറാൻ്റെ നിയന്ത്രണത്തിലാണെന്നും വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത്. ഭീഷണിപ്പെടുത്തിയും മുന്നറിയിപ്പ് നൽകിയും ഒരു ചർച്ചയ്ക്കും തങ്ങൾ വഴങ്ങില്ല, തങ്ങൾ ഹോർമുസ് കടലിടുക്കിൻ്റെ അവകാശം വിട്ടുകൊടുക്കില്ല, തങ്ങൾ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല, യുറേനിയം എൻറിച്ച്മെൻറ്റ് അവസാനിപ്പിക്കാമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ അവരുടെ കർക്കശമായ നിലപാട് തുടരുന്നു. ആകപ്പാട് പ്രതീക്ഷ നൽകുന്നത് GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഹോർമുസ് കടലെടുക്ക് തുറക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ലോക വിപണി ഇപ്പോഴും ആശങ്കയിലാണ്. എണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. എണ്ണ ദൗർലഭ്യത്തെക്കുറിച്ചുള്ള ആശങ്ക, പ്രകൃതിവാതക ക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്ക ലോകത്ത് പടർന്നു പിടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. റിസ്ക് എടുത്തുകൊണ്ട് വിമാന സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയും കണ്ടെത്താത്ത ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ നടത്തി ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ പോയി പണി നോക്കൂ എന്ന് പറഞ്ഞ് ഇറാൻ മുമ്പോട്ട് പോകുന്നു. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, അതേസമയം ഇപ്പോൾ യുദ്ധം നടത്തി രംഗം വഷളാക്കുന്നുമില്ല. ഇവിടെയാണ് ട്രംപ് പെട്ടിരിക്കുന്നത്. എന്തു ചെയ്യും എന്നറിയാത്ത പ്രതിസന്ധി തുടരുകയാണ്. പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കാനുള്ള പ്രീ കണ്ടീഷനായി വെച്ചിരുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കാനായിരുന്നു. മനസ്സോടെ ഇസ്രായേൽ ലെബനനുമായി നേരിട്ട് ചർച്ച നടത്തി അത് അവസാനിപ്പിച്ചു കൊടുത്തു. പക്ഷേ ചർച്ച ഒരിടത്തും എത്തിയില്ല. ഇതോടെ ഇസ്രായേൽ വീണ്ടും ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും
ഹിസ്ബുള്ള ഇസ്രായേൽ സേനയ്ക്ക് നേരെ തിരിച്ചാക്രമണം നടത്തുകയും ചെയ്തു. മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും മറ്റും ഇസ്രായേൽ സേനയുടെ ആക്രമണം തുടരുകയാണ്. ഇതോടുകൂടി വീണ്ടും ഇറാൻ പ്രകോപിതരാവുകയും യുദ്ധാന്തരീക്ഷം കനക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറെ ഗൗരവമായ ചർച്ചയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. ചൈന ഇറാനിലേക്ക് അയച്ച ആയുധം അമേരിക്കൻ സേന പിടിച്ചെടുത്തു എന്ന് ട്രംപ് അവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇറാന് ചൈന കൊടുത്തയച്ച ഒരു സമ്മാനപ്പൊതി ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ചൈന ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. ഷീ ജിൻപിങ്ങും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷെ സാരമില്ല, യുദ്ധമല്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് എന്തായിരുന്നു സമ്മാനമെന്ന് വ്യക്തമാക്കാതെ ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ കടത്തിവിട്ടത് അമേരിക്ക കൈയോടെ പൊക്കി എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. മെയ് മാസത്തിൽ ട്രംപ് ബീജിംഗ് സന്ദർശിക്കുകയും ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഭിന്നത രൂക്ഷമാകുമോ എന്ന ആശങ്ക ലോകത്തിനുണ്ട്. ഈ ആശങ്ക ട്രംപിനുമുള്ളതുകൊണ്ട് ട്രംപ് വിവരം തുറന്നു പറയാതിരിക്കുകയും ചൈനയെ അധിക്ഷേപിക്കാതിരിക്കുകയും ചെയ്തതിൽ മാത്രമാണ് ലോകം ആശ്വാസം കൊള്ളുന്നത്. മാത്രമല്ല, ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന 8 സ്ത്രീകളെ വെറുതെ വിടണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടപ്പോഴും ട്രംപിൻ്റെ സ്വരം കടുത്തതായിരുന്നില്ല, യാചനയുടെ രൂപമുണ്ടായിരുന്നു എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ട്രംപ് നിലപാടെടുത്തിരുന്നത്. ട്രംപ് അടിമുടി മാറിയിരിക്കുന്നു. ഇറാനോട് ഇനി കളിച്ചിട്ട് കാര്യമില്ല, ഇറാനോട് യാചിക്കുന്നതാണ് ഉചിതമെന്നും ട്രംപിന് ബോധ്യമായിരിക്കുന്നു. ഇറാനാവട്ടെ അമേരിക്ക എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും പറയട്ടെ, തങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും എന്ന പിടിവാശി തുടരുന്നതോടെ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്താകും എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിയെങ്കിലും യുദ്ധാന്തരീക്ഷത്തിന് അയവ് വന്നിട്ടില്ല. GCC രാജ്യങ്ങൾക്ക് ശ്വാസം നേരെ വീണിട്ടില്ല. അവരുടെ സാധാരണ ജീവിതം തിരിച്ചു കിട്ടിയിട്ടില്ല. തലയൂരേണ്ടത് എങ്ങനെന്നറിയാതെ ട്രംപും അമേരിക്കയും ഇപ്പോഴും വെള്ളം കുടിക്കുന്നു. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അങ്ങനെ തന്നെ തുടരുകയാണ്. ഒരു ബ്രേക്ക് ത്രൂ ആർക്കും കാണാനേ കഴിയുന്നില്ല.